ഞാൻ അഭിനയിക്കുമ്പോ നീ എന്നെ കളിയാക്കി ചിരിച്ച് എന്റെ താളം തെറ്റിക്കല്ലേ. ചിന്നു, നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഒന്നാം തരം റാഗിങ്ങാ. നീ ഇങ്ങനെയായ ഇപ്പൊ നീ ചെയ്തതെല്ലാം ഓർത്തോണ്ട് ഞാൻ സ്റ്റേജിൽ കയറി പൊട്ടനെ പോലെ ചിരിച്ചോണ്ടിരിക്കും. നാടകം മൊത്തം കൊളാവേ. അതാണോ നിനക്ക് വേണ്ടത്? അതല്ല, നമ്മുടെ നാടകം വിജയിക്കണം. ഇനി വരുന്ന 10 ബാച്ചുകളെങ്കിലും നമ്മുടെ ഈ പെർഫോമൻസ് നാടകവും ഓർത്തിരിക്കണം. എങ്കി നീ ഞാനുമായിട്ട് സഹകരിക്കണം. എന്നെ കളിയാക്കി എന്റെ താളം തെറ്റിക്കരുത്. നിനക്കറിയാലോ, പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന്. അപ്പോഴത്തെ ഒരു ആവശ്യത്തില് ഞാൻ ഈ നാടകത്തിന് തലവെച്ചതാ. ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് മുന്നിൽ നീ എന്നെ ഒരു കോമാളിയാക്കി മാറ്റരുത്. ഇല്ല, ഇനി ഞാൻ സീരിയസ് ആയിട്ട് പെർഫോം ചെയ്തോളാം. പക്ഷെ നേരത്തെ സാർ അഭിനയിച്ച രീതി ശരിയായില്ല. എക്സ്പ്രഷൻ തെറ്റായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ഞാൻ തെറ്റായ എക്സ്പ്രഷൻ ഇട്ടാ അത് കറക്റ്റാക്കി തരേണ്ടത് നീയല്ലേ? ക്ലാസ്സിൽ ഞാൻ നിനക്ക് അധ്യാപകനായിരിക്കാം, പക്ഷെ ഇവിടെ എന്റെ അധ്യാപികയുടെ വേഷം നിനക്ക് ചെയ്തൂടെ? എന്നെ അഭിനയം ശരിക്കൊന്ന് പഠിപ്പിച്ചൂടെ? മാഷിനെ പഠിപ്പിക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും അനുഭവവും ഒന്നും എനിക്കില്ല. എന്നാലും എന്നെ കൊണ്ടാവും വിധം നമുക്ക് സഹകരിച്ച് പ്രാക്ടീസ് ചെയ്യാം. നാളെ സ്റ്റേജിൽ കയറി പെർഫോമും ചെയ്യാം. നമ്മൾ ഒത്തുപിടിക്കും സാറേ. നമ്മൾ നേടുകയും ചെയ്യും. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. മണിമാല കിട്ടിയ രമാമായി അവളെ മരുമകളായി സ്വീകരിക്കും. ഞാൻ സ്വപ്നം കണ്ട ജീവിതം തകർന്ന് തരിപ്പണാവുകയും ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം നീ മറക്കരുത്. നീ ഈ നിലയിലെത്താൻ പലതും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകളും തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ കുടുംബത്തോട് തെരുവിലായാൽ ആ തെളിവുകളുടെ മുകളിൽ പിന്നെ ഞാൻ അടയിരിക്കില്ല. ഓരോ തെളിവുകളും ആരോപണങ്ങളും പുറത്തേക്ക് വന്നു തുടങ്ങും. ഞാൻ വീഴുമെങ്കിൽ നീയും എന്നോടൊപ്പം വീഴുമെന്ന് ഞാൻ ഉറപ്പിക്കും. അത് മറക്കരുത്. ഭീഷണിയുടെ സ്വരം എനിക്കിഷ്ടമല്ല. ഇപ്പൊ ഭദ്രേട്ടൻ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയോണ്ട് ഞാൻ ഇതിൽ അധികമായി തിരിച്ചൊന്നും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല. എന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാ ഭദ്രേട്ടൻ. എന്നാ ഒരു കാര്യം ഭദ്രേട്ടൻ മറന്നു. എന്റെ കൂടെ വിശ്വാസത്തോടെ നിന്നവരെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. എന്നെ ചതിച്ചവരോട് അവരെനിക്കു വേണ്ടി എത്ര ഉപകാരം ചെയ്താലും ഞാൻ ക്ഷമിച്ച് അവരെ എന്റെ ആളായി ഇന്നുവരെ സ്വീകരിച്ചിട്ടുമില്ല. എന്നിട്ടും ഞാൻ അവളെ എന്റെ മരുമകളായി സ്വീകരിക്കുമെന്ന് ഭദ്രേട്ടൻ എങ്ങനെ ഉറപ്പിച്ചു? ഭദ്രേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഈ രമാദേവി പാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭദ്രേട്ടന്റെ സഹായത്തോടുകൂടി തന്നെ. മണിമാല എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ പാതകം, ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം ഇവിടെ സംഭവിക്കും. അതോടുകൂടി അനസൂയയുടെ ജീവിതത്തെ തകർത്തുകൊണ്ട് ഇവിടെ കയറി വന്ന ഒരു അപശകുനത്തിന്റെ ശല്യം അവസാനിക്കുകയും ചെയ്യും.